അരവിന്ദ്, നീ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കും. ചെല്ല്. എടി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ശരി ആന്റി. ഈശ്വര മോളെ നന്ദനെ. നന്ദന മോളെ. ഹലോ, ഡോക്ടർ, ഇത് തൃച്ചംബരത്തുനിന്നാണ്. നന്ദനെ. ഇതാ ആന്റി. നന്ദന, നന്ദനെ. എഴുന്നേക്ക് മോളെ. സൂക്ഷിച്ച് പതുക്കെ. എന്തു പറ്റി മോളെ? എന്താ? തല കറങ്ങി ആന്റി. 2 ദിവസമായിട്ട് ഇടയ്ക്കിടെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അയ്യോ. ഓഹോ, തലകറക്കോ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ്ങോ? അത് കൊള്ളാലോ. ഡോക്ടർ ഇപ്പൊ വരും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ നന്ദനെ, നന്ദനെ മോളെ, മോളെ. നന്ദനെ. ഇതുവരെ ഓക്കെ, പക്ഷെ ഇപ്പോഴും ലക്ഷ്യം നടന്നിട്ടില്ല. അഭിനയം സ്ട്രോങ് ആവട്ടെ. തുടക്കേ. അതെ ശിവരാമേട്ടാ, ഇത് രാവിലെ ശുഭവാർത്ത കൊണ്ടുവരുന്ന ലക്ഷണമാണെന്നായി എനിക്ക് തോന്നുന്നത്. മനുഷ്യന് അസുഖം വരുന്ന ശുഭവാർത്ത? നീ എന്തൊക്കെയാ പറയുന്ന വിലാസം? അതെ ശിവരാമേട്ടാ, ചില അസുഖ ലക്ഷണങ്ങള് സുഖം തരുന്നതാ. തൃച്ചംബരത്തേക്ക് പുതിയൊരു അംഗം കൂടി വരാൻ പോകുന്ന അസുഖ ഇത്. നന്ദന് പ്രഗ്നന്റ് ആവാനാ ചാൻസ്. ഞാനത് ചിന്തിച്ചേയില്ലല്ലോ മോളെ. അമ്മേ, എന്നാ ഞാൻ അങ്ങോട്ട്. ഫ്ലൈറ്റ് മിസ്സാവേ. നോ, ഡോക്ടർ വരട്ടെ, എന്നിട്ട് പോ. മോളെ. അരവിന്ദേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. പോടി. കല്യാണി, ചായ കൊണ്ടുവാ.
എന്താ നീ കാണിക്കുന്നത്? വിദ്യാഭ്യാസ ബന്ധവും വല്ലതും ഉണ്ടോ നോക്കിയതാ. പോയി തുപ്പടാ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ചെന്ന് പല്ല് കേൾക്കണോ. പോയി ചേച്ചിയോട് ചായ കൊണ്ടുവരാൻ പറ. ചേച്ചി, അച്ഛന് ചായ. ചേച്ചി, ചേച്ചി, അച്ഛാ, ചേച്ചി എവിടൊന്നും കാണുന്നില്ല. കാണാനില്ലേ? കല്യാണി, കല്യാണി, ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? ചേച്ചി, ഇവിടൊന്നും ഇല്ല അച്ഛാ. ഇല്ലേ? കല്യാണി, 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 മോളെ, കല്യാണി. അനിയൻകുട്ടാ, അച്ഛാ, നീ ഓടിപ്പോയി കല്യാണി തൃച്ചംബരത്തെ അടുക്കളയിലുണ്ടോ നോക്കിട്ട് വാ. ബെഞ്ചിൽ ഇല്ല അച്ഛാ, ചേച്ചി എവിടൊന്നും പോയില്ല. 8 മണിക്ക് ചേച്ചി പോവും. അഖില മേഡത്തിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. ആ, ചേച്ചി ആ ചെമ്പരത്തിയോട് എങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. പട്ടേസ്, ഞാൻ പോയി നോക്കിട്ട് വരാം. ചേച്ചി, ചേച്ചി, അച്ഛാ, ചേച്ചി എവിടൊന്നും ഇല്ല. ഇവിടിത് എവിടെ പോയിരിക്കാ ഭഗവാനെ? അച്ഛാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ചേച്ചി അമ്പലത്തിൽ പോയതായിരിക്കും. ഇന്നലെ അമ്പലത്തിൽ പോണോന്ന് പറയുന്നത് പോലെ കേട്ടു. ആ, കല്യാണ ഭക്തകുചേനയല്ലേ? ഓ, ആ, നീ പോയി റെഡിയായി സ്കൂളിൽ പോകാൻ നോക്ക്. വരൂ ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇരിക്കും. ക്ഷീണമുണ്ടോ? നല്ല ക്ഷീണമുണ്ട്. ഒന്ന് വരൂ, ഞാൻ ആ റൂം ഒന്ന് ഉപയോഗിച്ചോട്ടെ. ഓ പ്ലീസ് ഡോക്ടർ. സുജാത ചെല്ല്. ആ വരൂ.
ചേട്ടാ ഇവളെവിടെ പോയി? ഇനി നേരെ എയർപോർട്ടിൽ പോയി കാണോ? അതിനുള്ള ആംബിയർ ഒന്നും കല്യാണിക്കായിട്ടില്ല. ഔട്ട് ഹൗസിലേക്ക് മടങ്ങിപ്പോയി കാണോ? ഡോക്ടറെ, വിശേഷം എന്തെങ്കിലും? ഇപ്പൊ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. ടെസ്റ്റ് കഴിഞ്ഞേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ടെസ്റ്റ് അങ്ങ് ചെയ്തേക്കാം. അതെ, ഇപ്പോഴാണേ ഞാനും കൂടെ വരാം അവരുടെ സഹായത്തിന്. എന്തിന്? അതെ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ കൂടെ പോകേണ്ടത് ഭർത്താക്കന്മാരാ, നിന്നെ പോലെ കസിൻസ് അല്ല. അരവിന്ദ്, നീ നന്ദിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോണം ഇപ്പൊ തന്നെ. അയ്യോ അമ്മ, എനിക്ക് ബാംഗ്ലൂർ മീറ്റിംഗ്. ഇന്നിനി നീ എവിടെയും പോണ്ട. നീ ഇപ്പൊ നന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ നോക്ക്. ഈ സമയത്ത് നീ അവളുടെ കൂടെ വേണം. അതാ ഇപ്പൊ അത്യാവശ്യം. അമ്മ. അതെ, അഖില പറഞ്ഞതാണ് എന്റെ ശരി. മോൻ നന്ദിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീടാവാം. ചെല്ല്, സമയം കളയണ്ട. എന്റെ കൂടെ വന്നോളൂ. അയ്യോ എന്റെ ഈശ്വരാ, ദൈവം അനുഗ്രഹിച്ചാ മതിയായിരുന്നു. എത്ര നാളായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന വാർത്തയാ. വാടി, വായി നോക്കി നിൽക്കാതെ ഇത് ഇപ്പൊ തന്നെ സഹദേവേട്ടനോട് വിളിച്ചു പറയണം. ഈ വിശേഷം കേൾക്കുമ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നാ മതിയായിരുന്നു. ഇത് കല്യാണിയുടെ കഴുത്തി കിടന്ന മാലയാണല്ലോ. ഇതെന്താ ഒരു കത്ത്? ഈശ്വരാ, ഈ കല്യാണി ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? ആരെങ്കിലും കാണുന്നതിന് മുമ്പേ ദാസേട്ടനെ ഏൽപ്പിച്ചേക്കാം. സുബ്രു, നീ മൊബൈൽ എന്ത് ശരിയാക്കിയെന്നാ പറയുന്നേ? നാശം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എത്ര നേരമായി? മച്ചു, ഒരു മൊബൈലിന്റെ സിം മാറണമെങ്കിൽ അതിന്റെ ഉടമ തന്നെ പോണം. അതിന് എന്റെ തോളിൽ കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് കല്യാണം കിട്ടുന്നില്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരൻ. ശരി ശരി, വലിയ ഡയലോഗ് ഒന്നും വേണ്ട. നിന്റെ ഫോണിൽ തന്നെ. ഇതാരാ ഇപ്പൊ ഇവിടെ വരാൻ? അതാ അലക്കാരൻ ലല്ലു ആയിരിക്കും.
നീ പോയി വാതിലോർക്കും. മച്ചു, എന്താ എന്താ എന്റെ വലിയ കുഞ്ഞിന് പറ്റിയത്? എങ്ങനെ ഈ മുറിവുണ്ടായേ? എന്ത് പറ്റി പറ. റിലാക്സ്. ഇത് തൃച്ചംബരമല്ല, ഇത് മുംബൈയിലെ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ്. ആദ്യം നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറ. കൂടാരെ വന്നത് ദാസേട്ടനാണോ? നോക്കണ്ട, എന്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ വന്നത്, ഒറ്റയ്ക്ക്. അനിയും കുഞ്ഞാ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നത്. ഞങ്ങൾ ഒരുമിച്ച് വരാനിരുന്നതാ. പക്ഷേ പറഞ്ഞ സമയത്ത് അനിയും കുഞ്ഞിനെ കണ്ടില്ല. യാത്ര മുടങ്ങുമെന്ന് പേടിച്ച് ഞാനിങ്ങ് ഒറ്റയ്ക്ക് പോന്നു. ഹോ, എന്നാലും ഇതല്പ സാഹസമായിപ്പോയി. വേണ്ടിയിരുന്നില്ല കല്യാണി. നീ കാണിച്ചതേ വല്ലാത്തൊരു സാഹസം തന്നെയാ. അതൊന്നും ഞാൻ ഓർത്തില്ല വലിയ കുഞ്ഞെ. അവിടെ എന്നും എന്തൊക്കെയോ ദുസൂചനകളായിരുന്നു. അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞതാ വലിയ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഏയ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, ഞാൻ നിനക്ക് തന്ന ആ പരമ്പരാഗത ചെയിൻ എവിടെ? അത് കഴുത്തി കാണുന്നില്ലല്ലോ. ആ മാല എന്റെ കഴുത്തിൽ ഇട്ട് നടന്നതുകൊണ്ടാ വലിയ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അത് തൃച്ചംബരത്ത് ഊരി വെച്ചിട്ടാ ഇറങ്ങിയത്. അതുകൊള്ളാം. പ്രിയങ്ക ഗുണ്ടകളെ വെച്ച് തലയടിച്ച് പൊട്ടിച്ചതും ആ മാല തമ്മിൽ എന്ത് കണക്ഷൻ? അത് മനസ്സിലായില്ല. അപ്പോ ഇതാ പ്രിയങ്ക ജയിച്ചതാണല്ലേ? എന്റെ വലിയ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിപ്പോ ഏത് അമ്പലത്തിലാ പോയച്ചാലും തിരിച്ചു വരാനുള്ള സമയമല്ലോ. എന്തൊക്കെയാണോ ഈ കുട്ടി കാണിച്ചു കൂട്ടുന്നത്? ഒന്നും രണ്ടും പ്രാവശ്യമാണോ ഇത്? ഓ, മടുത്തു. എവിടെയെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോക്കൂടായിരുന്നു ഇവൾക്ക്. ഇതിപ്പോ ഹിന്ദിയിലാണല്ലോ മെസ്സേജ് കേൾക്കുന്നത്. ഇവൾ എവിടേക്കാ പോയത്?
ഇത് ഡൈനിങ് റൂമിൽ കല്യാണി വെച്ചിട്ട് പോയതാ. വേറെ ആരും അറിഞ്ഞിട്ടില്ല. എടുത്തു നോക്കിയപ്പോ എനിക്ക് തോന്നി ഇതാദ്യം ദാസേട്ടനെ കാണിക്കേണ്ടതെന്ന്.